12 മാസമുണ്ടെങ്കിൽ ആ 12 മാസത്തിലും ഓരോ മാസത്തിലും ഓരോരോ കാലാവസ്ഥയും ഓരോരോ സുഖങ്ങളൊക്കെ അല്ലേ. ഇപ്പോൾ വൃശ്ചിക മാസമൊക്കെ ആവില്ലേ, ആ സമയത്ത് പ്രത്യേക ഒരു കാറ്റും ഒരു കൂളിങ്ങും, നേരം വെളുക്കുമ്പോൾ നല്ലൊരു തണുപ്പ്, അതുപോലെ തന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷം, അതുപോലെ തന്നെ ആ സൂര്യ ഉദിച്ച് വരുമ്പം ചെറിയൊരു മഞ്ഞും തണുപ്പോട് കൂടിയുള്ളൊരു അവസ്ഥ അല്ലേ. പ്രകൃതി നമുക്ക് തരുന്ന ഒരു കാര്യങ്ങളൊന്നും ആലോചിക്കുക. ഞാൻ നന്ദി പറയാറുണ്ട് കേട്ടോ ഭഗവാനോട്. രാവിലെ എനിക്ക് വരുമ്പോൾ ഇപ്പം മലയ്ക്ക് പോണ സീസണൊക്കെ ആയി കഴിഞ്ഞാൽ ചെറിയൊരു തണുപ്പും ഒക്കെ ആയിട്ട് എന്തൊരു നല്ലൊരു കാലാവസ്ഥയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാലാവസ്ഥ വൃശ്ചിക മാസത്തിലാണ്. കാറ്റൊക്കെ ഊതി രാവിലെ എണീക്കുമ്പോൾ ഒരു തണുപ്പും വൈകിട്ടും ഒരു ചെറിയൊരു കൂളിങ്ങും, ഒരു പ്രത്യേക ഒരു നമുക്ക് ചൂടറിയുന്നില്ല. ഉച്ച നേരത്തൊരു ചെറിയ ചൂടുണ്ടെങ്കിലും കൂടി പെരേരകത്തൊക്കെ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ മാവൊക്കെ പൂത്ത്, കശുമാവും പൂത്ത്, ആ പൂക്കളിൽ നിന്നൊക്കെ നല്ലൊരു സ്മെല്ലും, ഒരു പ്രത്യേക സന്തോഷം തോന്നുന്നു ഈ മാസങ്ങളിൽ. ഓരോ മാസങ്ങളിലും ചിങ്ങപ്പുലരിയായാലും വിഷു മേട മാസത്തിലായാലും ഇപ്പോൾ ഈ സമയത്തൊക്കെ കോൽപ്പുളി, ആത്തച്ചക്ക, അതുപോലെ തന്നെ മാവുമ്മൽ മാങ്ങ പൂക്കണത്, അതുപോലെ തന്നെ കശുമാവ് പൂത്തിട്ട് കാറ്റൊക്കെ വീശുമ്പോൾ ആ കശുമാവിൻ്റെയും മാവിൻ്റെയൊക്കെ പൂക്കലകളിൽ നിന്നൊക്കെ പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞ് ഒരു പ്രത്യേക സ്മെല്ലും, കശുമാവിൻ്റെ ചോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. അയ്യോ, ആസ്വദിച്ച് നിൽക്കും നമ്മളവിടെ അല്ലേ. നിങ്ങൾക്കും തോന്നാറില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? ഞാൻ ഓരോ മാസങ്ങളിലും ആസ്വദിക്കും. ഓരോ മാസങ്ങൾ തുടക്കമാകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ആസ്വദിച്ച് അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അതുപോലെ എനിക്ക് തോന്നാറുണ്ട്. കുറേ കൊല്ലങ്ങൾക്ക് ശേഷമായാലും ആ മാസങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ മാസത്തെ ഒരു ഓർമ്മകളും അതൊക്കെ ഒരു വലിയൊരു കാര്യമല്ലേ. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ അതൊക്കെ ആസ്വദിക്കാനായിട്ട്. നിങ്ങൾക്കുണ്ട് അങ്ങനെയുള്ള സന്തോഷമൊക്കെ പങ്കിടാനായിട്ട്? ഓരോ മാസങ്ങളിലും ഓരോ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇല്ലേ.